മിഥുൻ്റെ വീട്ടിൽ നിന്ന് വി ജയശങ്കറുണ്ട്. ജയശങ്കർ, ആ വീടും പരിസരവും ആകെ നിലവിളി നിറയുകയാണ്. ഈ വാർത്ത അറിഞ്ഞത് മുതൽ ആ മിഥുൻ്റെ മുത്തശ്ശി, അച്ഛൻ്റെ മാതാവ് വാവിട്ട് നിലവിളിക്കുകയാണ്. അമ്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെ ഈ സ്കൂളിലേക്ക് അയച്ചു, എത്ര പ്രതീക്ഷയോടുകൂടി NCCയിലൊക്കെ ചേർക്കാൻ വേണ്ടി. NCC അവൻ്റെ ആഗ്രഹമായിരുന്നു, അതുകൊണ്ട് ഈ സ്കൂളിലേക്ക് വിട്ടു. അമ്മയുടെ വീടിനടുത്തുള്ള സ്കൂളിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അതല്ല, തേവലക്കരയിലെ ഈ സ്കൂളിലേക്ക് തന്നെ, ബോയ്സ് സ്കൂളിലേക്ക് തന്നെ വിട്ടതിൻ്റെ പിന്നിലുള്ള ഒരുപാട് പ്രതീക്ഷകൾ അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പഠിക്കാൻ മിടുക്കനായ ഒരു കുട്ടി, മറ്റ് NCC അടക്കമുള്ള മറ്റ് കാര്യങ്ങളിൽ, കോ കരിക്കുലർ ആക്ടിവിറ്റിയിലൊക്കെ സജീവമായിരുന്നൊരു കുട്ടിയാണ്. ആ മുത്തശ്ശി നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത് കണ്ടു നിൽക്കാനാവില്ല. ആ കുടുംബത്തിൻ്റെ സാഹചര്യവും അത്രയേറെ പരിതാപകരവുമാണ്. അതുതന്നെയാണ് ഗോകുൽ. ആ വീടിന്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രമാത്രം പാവപ്പെട്ട ഒരു കുടുംബമാണ്. കഷ്ടപ്പാടുകൾക്കിടയിലാണ് മിഥുൻ വളർന്നിരുന്നത്. അപ്പോഴും അവരുടെ ഒരു പ്രതീക്ഷ മിഥുനായിരിക്കാം. ഒരുപക്ഷെ മകനെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, വളർത്തണം, വലുതാക്കണം, തങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റണമെന്ന് ആ കുടുംബത്തിന് ഒരുപക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. ആ ആഗ്രഹങ്ങൾക്കൊക്കെയാണ് ഇനി ഒരു അപകടം തിരശീല ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അമ്മ സുജ വിദേശത്താണ്. അവരെ ഇതിനോടകം തന്നെ ഈ വിവരം അറിയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ നേരിട്ട് ബന്ധപ്പെട്ടു. ആദ്യഘട്ടത്തിൽ മകൻ അപകടാവസ്ഥയിലാണ്, ഗുരുതരാവസ്ഥയിലാണെന്ന വിവരമാണ് അറിയിച്ചത്. പിന്നീട് മരിച്ചു എന്ന് തന്നെ അറിയിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഉടൻ തന്നെ സാങ്കേതിക ക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി വിമാനത്തിൽ അവർ 2 ദിവസത്തിനുള്ളിൽ തന്നെ നാട്ടിലെത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അമ്മ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും മകൻ്റെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ ഉണ്ടാവുക. ആ കുടുംബം ഇന്ന് രാവിലെ വീട്ടുകാരും അടുത്തുള്ളവരൊക്കെ പറയുന്നത് അച്ഛൻ്റെ കൈ പിടിച്ചാണ് മിഥുൻ സ്കൂളിലേക്ക് പോയത്. ചിരിച്ചുകൊണ്ടായിരുന്നു ആ യാത്ര. പക്ഷേ പിന്നീട് കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലേക്ക് എത്തിയ ഒരു വാർത്ത, അത് അപകട വാർത്തയായിരുന്നു, മരണ വാർത്തയായിരുന്നു. അത് ഈ നാടിനെ സംബന്ധിച്ച് നാട്ടുകാരെയൊക്കെ വലിയ വിഷമത്തിലാക്കി. ആ വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല. ഈ ബന്ധുക്കളും മറ്റാളുകളൊക്കെ സംസാരിക്കുമ്പോൾ അവർ വലിയ വേദനയോടു കൂടിയാണ് നമ്മളോട് ഓരോ കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. അത്രമാത്രം ഇവിടെയൊക്കെ സജീവമായി ഇടപെട്ടിരുന്ന, ഓടിച്ചാടി നടന്നിരുന്ന ഒരു കുട്ടിയാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിൽ നഷ്ടമായത്. ആ വേദന ഇവിടെയുണ്ട്. നന്നേ പാവപ്പെട്ട കുടുംബമാണ്. അവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. അവരുടെ പ്രതീക്ഷ ഈ മക്കളിലൊക്കെ തന്നെ ആയിരിക്കാം. ആ നഷ്ടം, ആ കണ്ണുനീർ അതാ വീട്ടിലുണ്ട്. ഈ ഇതിൻ്റെ അമ്മൂമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വീടിനുള്ളിൽ പൊട്ടിക്കരയുന്ന കാഴ്ച, അത് വലിയ വലിയ വേദനയാണ് സമ്മാനിക്കുന്നത്. വലിയ വേദനയാണ്. നമുക്ക് എന്ത് അതിന് പകരം നൽകാനാകും, എന്ത് നഷ്ടപരിഹാരം നൽകിയാൽ അത് ഇല്ലാക്കൊന്നും പറയാൻ പറ്റില്ല. അത്രമാത്രം വലിയ വേദനയും വലിയ സങ്കടവുമാണ് ഈ വീട്ടിലുള്ളത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ അമ്മ എത്തിയതിനു ശേഷമായിരിക്കും ഉണ്ടാവുക എന്നാണ് നിലവിൽ ആശുപത്രി അധികൃതർ, ബന്ധുക്കളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കും. ശേഷം അമ്മ എത്തിയതിനു ശേഷം സംസ്കാരമായിരിക്കും. എന്തായാലും ഈ നാടും ഈ പരിസര പ്രദേശവും ഒക്കെ വലിയ വേദനയിലും സങ്കടത്തിലുമൊക്കെയാണ് ഗോകുൽ. അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അത്രമാത്രം വേദന ഇവിടെ ഇങ്ങനെ തളം കെട്ടിക്കിടപ്പുണ്ട്. ജയശങ്കർ, ഈ മുത്തശ്ശിയുടെ ആ നിലവിളികൾക്കിടയിൽ നിന്ന് അവ്യക്തമായി കേട്ട ചില വാക്കുകളുണ്ട്. ഈ മകൻ, ഈ മിഥുൻ കൊച്ചുമകൻ, അവൻ്റെ ആഗ്രഹങ്ങൾ, അവന് NCC താല്പര്യമായിരുന്നു, അതുകൊണ്ട് ആ സ്കൂളിലേക്ക് വിട്ടു. സ്കൂൾ ബസ് സൗകര്യമുള്ളതായിരുന്നു. അതിനപ്പുറത്തേക്ക് ആ സ്കൂളിൽ നിന്നുള്ള അധ്യാപകർ, അവിടുത്തെ ചില പൊതുപ്രവർത്തകരൊക്കെ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് 8ാം ക്ലാസ്സിൽ ഈ മിഥുനെ സ്കൂൾ മാറ്റി അവിടേക്ക് വിടുന്നത്. അപ്പോൾ ആ ആവശ്യപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആ കുട്ടിയെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോയവർക്ക് അവിടെ അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ആ 13കാരൻ അല്ലെങ്കിൽ അവിടെയുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയാത്തവരായിരുന്നു ആ കൂട്ടിക്കൊണ്ടുപോയത്. അവർക്കെതിരെയും പ്രതിഷേധമുണ്ട്. സമീപവാസികളായ ആളുകളൊക്കെ ഈ സങ്കടത്തിനൊപ്പം തന്നെയും ഈ അപകടത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണമെന്ന് അവരുടെയൊക്കെ വാക്കുകളിൽ അങ്ങേയറ്റം അമർഷവും പുകയുന്നുണ്ടായിരുന്നു. അതേ ഗോകുൽ, വിളിച്ചു കൊണ്ടുപോയി കൊന്നു എന്നൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ നാട്ടുകാർ പറഞ്ഞേക്കാം. അങ്ങനെ നമ്മൾ സ്വകാര്യ സംഭാഷണത്തിലൊക്കെ ചില ആളുകൾ പറയുകയും ചെയ്തു. ക്യാമറയ്ക്ക് മുമ്പിൽ അത്തരം പ്രതികരണങ്ങൾ വന്നില്ലെങ്കിൽ പോലും സ്കൂളുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റുകാരും PTA ഒക്കെ വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് 8ാം ക്ലാസ് മുതൽ പുതിയ അധ്യയന വർഷത്തിൽ ഈ സ്കൂളിലേക്ക് മിഥുനെ മാറ്റുന്നത്, TC വാങ്ങി മാറ്റുന്നത്. അത്തരത്തിലൊരു മാറ്റം, ആ മാറ്റം എന്തായാലും അവർക്ക് നഷ്ടങ്ങളുടേതായിരിക്കുന്നു. ഒരുപാട് ആഗ്രഹങ്ങൾ മിഥുന് ഗോകുൽ സൂചിപ്പിച്ച പോലെ ഉണ്ടായിരുന്നു. NCCയിൽ ചേരണം, ആ യൂണിഫോം ഇടണം, ഗ്രൗണ്ടിൽ പരേഡ് ചെയ്യണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇങ്ങനെ അടക്കി പിടിച്ചിരുന്നു. വളരെ ആക്റ്റീവായ വൈബ്രൻ്റായ ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിൽ ഇന്ന് രാവിലെ ഒരു പക്ഷേ കെട്ടിടത്തിന് മുകളിലേക്കൊക്കെ കയറാനുള്ള ഒരു ശ്രമമൊക്കെ
നടത്തിയിട്ടുണ്ടാവുക. എന്തായാലും ആ ശ്രമം അതാണ് അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. അവിടെ ഉദ്യോഗസ്ഥ അനാസ്ഥയുണ്ട്. ഈ സിസ്റ്റത്തിനെ പലപ്പോഴും പഴിചാരുമ്പോഴും പരസ്പരം സർക്കാരിൻ്റെ രണ്ട് വകുപ്പുകൾ, രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ പരസ്പരം പഴിചാരുമ്പോഴും അവിടെ കൃത്യമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാനദണ്ഡങ്ങൾക്കപ്പുറത്തേക്കാണ് KCBയുടെ വൈദ്യുതി ലൈനൊക്കെ കടന്നു പോയിട്ടുള്ളത്. ആ അപകടം, വരുത്തിവെച്ച അപകടം നഷ്ടപ്പെടുത്തിയത് ഈ വീടിൻ്റെ ഒരു വലിയ പ്രതീക്ഷയായ ഒരു ഭാവിയുടെ വാഗ്ദാനത്തേക്ക് ഒക്കെ ആയിരിക്കാം. ആ സങ്കടമൊക്കെ ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളുള്ള കുട്ടിയായിരുന്നു. ആ സ്വപ്നങ്ങൾ, അവൻ്റെ ആ സ്വപ്നങ്ങൾ ഇനി ഇല്ല. ഇനി ചേതനയേറ്റ മിഥുൻ്റെ ശരീരം മാത്രമായിരിക്കും ഈ പണി പൂർത്തിയാകാത്ത വീട്ടിലേക്ക് വരിക. അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത അത്രമാത്രം വേദന ഇവിടെയുണ്ട്. മിഥുൻ്റെ സ്വപ്നങ്ങളൊക്കെ തന്നെ അത് പാതി വഴിയിൽ, ആരുടെയൊക്കെയോ അനാസ്ഥയിൽ അത് പാതി വഴിയിൽ അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ശരി ജയശങ്കർ, ഏതായാലും ഇന്ന് രാവിലെ വളരെ സന്തോഷത്തോടു കൂടി, പണിയില്ലാത്ത ദിവസമായിരുന്നു, മകനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കിയതാണ് മിഥുൻ്റെ അച്ഛൻ. മണിക്കൂറിലൊന്ന് കഴിയുന്നതിന് മുൻപേ ഒരു ഫോൺ കോൾ എത്തുന്നു, മകൻ മരിച്ചു എന്നത്. ആ പിതാവ് അങ്ങേയറ്റം സങ്കടത്തിലാണ് അത് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ആ മുത്തശ്ശിയുടെ നിലവിളി. മകനെ മിഥുൻ്റെ അമ്മ വിദേശത്തേക്ക് പോയപ്പോൾ അമ്മയുടെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കാമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഈ സ്കൂളിൽ നിന്നുള്ള അധികൃതർ, സ്കൂളിലെ അധ്യാപകർ, ജനപ്രതിനിധികളൊക്കെ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ തേവലക്കരയിലെ ബോയ്സ് സ്കൂളിൽ തന്നെ ചേർത്തത്. ഒപ്പം മിഥുൻ്റെ NCCയിൽ ചേരണമെന്നുള്ള ആഗ്രഹവും. ഏതായാലും ഈ കൂട്ടിക്കൊണ്ടുപോയവർക്ക് ആ കുഞ്ഞിനെ കരുതാൻ അല്ലെങ്കിൽ അതിന് സുരക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. അതിനപ്പുറത്തേക്ക് അവൻ്റെ കുരുത്തക്കേട് ആരോപിക്കുന്നവർ അവരുടെ കഴിവുകേടാണ് പുറത്തു വരുന്നതെന്നും പരിഹാസ്യരാകുന്നുവെന്നും ഓർക്കണം.